Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. കൊച്ചലിയ കിറ്റി എന്തിനാ നമ്മൾ ഈ പാതിരാത്രിക്ക് ഈ പഴയ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തിയത്? എനിക്കറിയില്ല, അവൾക്ക് ചിലപ്പോ അപകടം വല്ലതും പറ്റി കാണും. സോർദാറെ, നീ മുകളിൽ നോക്ക്, ഞാനും ഹണിയും താഴെയുള്ള മുറികളിൽ ചെന്ന് നോക്കാം. ഹണി, അപ്പൊ ഞാൻ എവിടാ? അയ്യോ, ഇവന്മാരുന്ന് എവിടെ പോയി? രക്ഷിക്കണേ, 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 രക്ഷിക്കൂ. അയ്യോ, രക്ഷിക്കണേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? സംശയമുണ്ടോ? മണി, മണി, കൊച്ചലിയ, ഈ ബംഗ്ലാവ് എപ്പോഴാ പ്രേതാലമായത്? എനിക്കറിയില്ല. വാ, പുറത്തേക്ക് പോവാം. നിനക്കെന്താടാ പേടിയാവുന്നുണ്ടോ? പേടിയായിട്ടല്ല, എനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് ചെറിയൊരു ഭയമുണ്ട്. പാടാ പോവാം. ഈ കിറ്റി എന്തിനാ നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? കൊച്ചലിയ, സാധാരണ ഞാനാ കഴുത, പക്ഷെ ഇപ്പൊ കഴുതകളെ പോലെ മണ്ടത്തരം പറയുന്നത് നീയാണ്. ഉറപ്പായും നമ്മളെ പേടിപ്പിക്കാൻ തന്നെയായിരിക്കും അവളെ വിളിപ്പിച്ചിരിക്കുന്നത്. കൊച്ചലിയ, ഓടിക്കോ. കൂട്ടുകാരെ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. സംശയമുണ്ടോ? കിറ്റി നമ്മളോട് ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. കിറ്റിയെയും കാണാനില്ല. ഇനി അവള് വല്ല അപകടത്തിലാകുവോ? അവളെ ഇവിടെ കാണാനേ ഇല്ല. പിന്നെ കാണുന്നതൊക്കെ ആണെങ്കിൽ ആളെ പേടിപ്പിക്കുന്നതും. സംശയമുണ്ടോ? കിറ്റിയെ ഒച്ച വെച്ചത് അതും ആ മുറിയിൽ നിന്നാ കേട്ടത്. വേഗം പുറത്തേക്ക് ഓട്. വേണ്ട, അകത്തേക്ക് ഓടാം. കിറ്റി ആ മുറിക്കകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അതെ, എന്നാ വാ, അകത്തേക്ക് പോവാം. നമുക്ക് നമ്മുടെ കിറ്റിയെ രക്ഷിക്കണ്ടേ? കൂട്ടുകാരെ, കിറ്റിയുടെ ശബ്ദം കേട്ടത് ഈ മുറി നിന്നാ. കിറ്റി, വാ, നമുക്ക് പോവാം. ഈ സ്ഥലം അത്ര ശരിയല്ല. കണ്ടില്ലേ കിറ്റി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, യോമാര് വീരന്മാരെന്ന് കാണിക്കാനുള്ള അഭിനയമാണ്. പേടിച്ചത് കണ്ടില്ലേ, പേടിത്തൊണ്ടന്മാര്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? തമാശ. ഞങ്ങളൊരു തമാശ ഒപ്പിച്ചതല്ലേ, നിങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ഓ, നിങ്ങൾ പേടിക്കുന്ന ഒരു തോന്നൽ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണെന്ന്. ഞങ്ങൾ പേടിത്തൊണ്ടന്മാരല്ല. എടാ പേടിത്തൊണ്ടന്മാരെ, പട്ടത്തിൽ നൂല് കെട്ടിയാണ് നിങ്ങളെ പേടിപ്പിച്ചത്. പേടിപ്പിക്കുന്ന ശബ്ദം വന്നത് ടേപ്പ് റെക്കോർഡിൽ നിന്നാ. ജനലിൽ കടലാസിന്റെ നിഴലായിരുന്നു. പിന്നെ ആ മെഴുകുതിരി ആമയുടെ പുറത്താ ഞാൻ വെച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ അതെല്ലാം കണ്ട് പേടിച്ചു. ഇതുപോലെയൊക്കെ പേടിപ്പിച്ചു കഴിഞ്ഞാലേ ആരായാലും പെട്ടെന്ന് പേടിച്ചു പോവും. അതെ സണ്ണി, ഇവര് പറഞ്ഞത് സത്യാണ്. ഞാനായിരുന്നെങ്കിലും പേടിച്ച് ചത്തുപോയാനെ. പക്ഷെ ഞാൻ പേടിക്കില്ല. പ്രേതന്റെ മുന്നിൽ വന്നാലും ഈ 500 കിലോ കൈ കൊണ്ട് ഞാൻ ഇടിക്കും. എന്നിട്ട് ഞാൻ വിളിച്ചു പറയും, എടാ ഡ്രാക്കുളയുടെ ശിഷ്യന്മാരേ. അപ്പൊ അതൊരു പക്ഷേ ഡ്രാക്കുളയുടെ ശിഷ്യന്മാരല്ലെങ്കിലോ? അങ്ങനെയായാലും നിങ്ങളെ പോലെ തന്നെ അവന്മാർ പേടിച്ച് കരയും. വാഗിറ്റി, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. എന്നിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് പോകാം. ഇവന്മാരെ തറയിൽ കിടന്നാൽ മതി. അതെന്തായാലും നിങ്ങൾക്ക് ശീലമായിരിക്കുമല്ലോ. ഇന്ന് സണ്ണി നമ്മുടെ അഭിമാനം ഈ തറയിലിട്ട് ചവിട്ടി കൂട്ടി. സംശയമുണ്ടോ? അതെ, അതും നമ്മുടെ കിറ്റിയുടെ മുന്നിൽ വെച്ച് ഇവന് നമ്മളൊരു നല്ലൊരു പണി കൊടുത്തേ പറ്റൂ. അത് ഇന്ന് രാത്രി തന്നെ കൊടുത്തിരിക്കണം. നമ്മൾ തെളിയിച്ചിരിക്കും ഏറ്റവും വലിയ പേടിത്തൊണ്ടൻ സണ്ണിയാണെന്ന്. അവൻ വലിയ ഡയലോഗ് അടിച്ചിട്ടാ പോയിരിക്കുന്നത്. അവൻ പേടിക്കുവോ? പേടിക്കും. പേടി എല്ലാവർക്കും ഉണ്ട്. പേടിയില്ലാത്തവരാരും ഇല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവന്റെ മൈൻഡിനെ വരുതിയിലാക്കണം. എന്നാൽ അവൻ ഉറപ്പായും പേടിക്കും. അതെങ്ങനെയാണ്? പറഞ്ഞു തരാം. നമ്മൾ പേടിക്കുന്നതായിട്ട് അഭിനയിച്ചാ മതി.
സണ്ണി സണ്ണി. സണ്ണി ചില്ലറയൊന്നും തരാനില്ല. വേഗം ഇവിടെ നിന്ന് പോയിക്കോ. കിറ്റി, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു റൂമിൽ തന്നെ കഴിഞ്ഞാലോ? എടാ, നിങ്ങളെ പോലുള്ളവന്മാരോട് ഞാൻ ഒരിക്കലും താമസിക്കില്ല. എനിക്ക് എന്റെ പേഴ്സണൽ റൂമുണ്ട്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഓ എന്റെ സണ്ണി, അവര് പറയുന്നൊന്ന് കേൾക്ക്. കാര്യം എന്താന്ന് പറയൂ ഹണി. ഞങ്ങൾ ആപത്തിലാണ് കിറ്റി. ഇന്ന് ഇവിടെ എന്ത് വേണേലും സംഭവിക്കാം. എന്ന് വെച്ചാ അതായത് പ്രേതങ്ങളെ എവിടെ വെച്ചാന്നോ കളിയാക്കുന്നത്, അവിടെ പ്രതികാരം വീട്ടാൻ വേണ്ടി പ്രേതങ്ങൾ വരുമത്രേ. ഇതാരാടേ പറഞ്ഞത്? ഈ ബംഗ്ലാവിലെ പഴയ ഒരു പണിക്കാരനാ പറഞ്ഞത്. അത് ഏതാടേ പണിക്കാരൻ? ഞാൻ രാവിലെ മുതൽ ഈ ബംഗ്ലാവിൽ ഒരു പണിക്കാരനെ കണ്ടില്ലല്ലോ. പണിക്കാരനോ? പക്ഷെ ഇവിടെ എങ്ങനെ പണിക്കാരനായിട്ട് ആരും നിൽക്കുന്നില്ലല്ലോ ബണി. ബണി, അപ്പൊ നമ്മളെ വന്ന് കണ്ടതൊക്കെ പറഞ്ഞത് ആരായിരുന്നു? എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാവിൽ പ്രേതമൊക്കെ ഉണ്ടെന്നാണ്. എന്റെ അമ്മച്ചി, അയ്യോ, അത് പിന്നെ എന്താ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കാറുണ്ട്. നിങ്ങൾ വാൻ ഹെൽസിംഗ് എന്നൊരു ഗോസ്റ്റ് ഹണ്ടറെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ പ്രേതങ്ങളൊക്കെ പിടിക്കാറുണ്ട്. അതെ, അദ്ദേഹമാണ് കറുത്തയുടെ കറുത്ത മുത്തച്ഛന്റെ പ്രയത്നം പിടിച്ചത്. സണ്ണിയുടെ ബോഡി ഉണ്ടോ? പ്രേതം വന്നാ പോലും സണ്ണി അതിനെ ഇടിച്ച് പപ്പടാക്കി കളയും, അല്ലേ സണ്ണി? അതെ. പിന്നെ കിറ്റി, നിനക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? അല്ലെങ്കിലേ നമുക്ക് ഈ ഹാളിൽ തന്നെ കഴിച്ചു കൂട്ടിയാലോ? വേണ്ട വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. അത് ശരി. അപ്പോ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലേ നമ്മള് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകും. ഗുഡ് നൈറ്റ്. ബണി, നിന്റെ ഐഡിയ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അവൻ നന്നായിട്ട് പേടിച്ചു. ഇപ്പൊ അവൻ ചെറുതായിട്ടാണ് പേടിച്ചിരിക്കുന്നത്. ശരിക്കുമുള്ള പേടി എന്താണെന്ന് അവൻ ഇന്ന് രാത്രി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് കറുത്ത കാക്കയാണെങ്കിലും മൂങ്ങയാണെങ്കിലും പ്രാവാണെങ്കിലും ഇവിടെ നിന്ന് പോയത് എന്തായാലും നന്നായി. ആരാടാ എന്നെ തല്ലിയത്? ഒരുത്തൻ ഞാൻ വിടില്ല. ഞാൻ തന്നെയാ. മിററിലുള്ളത് ഞാൻ തന്നെയാണ്. ഈ മിററിൽ കണ്ട് ഞാൻ തന്നെ പേടിച്ചല്ലോ. അല്ല, ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ഇനി ആ ബണ്ണി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഈ കുപ്പി എങ്ങനെയാ കാലിയായത്? ഞാനിതിൽ വെള്ളം നിറച്ചു വെച്ചതായിരുന്നല്ലോ. ഇനിയെങ്ങാനും ആ പ്രേതങ്ങളൊക്കെ കളിയാക്കിയതിനു വേണ്ടി പകരം വീട്ടാൻ വന്നതായിരിക്കോ? സത്യത്തിൽ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഇവനെ പേടിപ്പിക്കാൻ നല്ല രസമുണ്ട്. 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു അതിഥി വരുന്നത്. 200 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എന്തായാലും അടുപ്പിൽ തീ പുകയും. ഞാനും 200 വർഷമായിട്ട് പട്ടിണിയിലാണ്. അങ്ങെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അതോ അങ്ങേ ഞാൻ കഴിക്കട്ടെ? പണിക്കാരനെവിടെ? ആ പണിക്കാരനെ കാണുന്നില്ലല്ലോ. പണിക്കാരൻ പോയപ്പോ എനിക്കൊരു പണി തന്നിട്ടാണല്ലോ പോയത്. കിട്ടിയുടെ പാവ പട്ട പോലെ പറക്കാറില്ലല്ലോ. പ്രേതം വന്നെന്നാ തോന്നുന്നത്. രക്ഷപ്പെട്ടോ? ചെൻ 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 ചെൻ. നിങ്ങൾ ആരാണ്? പണിക്കാരൻ എവിടെ പോയി? എന്റെ മോനാണോ നീ പണിക്കാരനെന്ന് വിളിച്ചത്? നിന്നെ വെറുതെ വിടില്ല ഞാൻ.
വെട്ടിക്കൂട്ടി അച്ചാറാക്കി ഭരണിയിൽ പൂട്ടിയേക്കും ഞാൻ. അല്ലെങ്കിൽ വേണ്ട, കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ചിക്കൻ തന്തൂരായിട്ട് പൊരിച്ചെടുക്കാം. പ്രേതം പ്രേതം ഡ്രൈവർ ഇല്ലാതെ ജീപ്പ് ഓടുകയാണല്ലോ. ഭൂതം പ്രേതം രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ. എന്തിനാ നിലവിളിക്കുന്നത്? എന്താ സംഭവിച്ചത്? എന്തിനെ കേട്ടാ ഇങ്ങനെ പേടിക്കുന്നത്? മലയാളി ആകെ വേർത്ത് പോയില്ല മലയാളി. ഞാൻ വേണം AC ഓണാക്കാം. കൊച്ചലിയ, ഇനി ഇവന് AC-യുടെ ഫാക്ടറി വെച്ച് കൊടുക്കേണ്ടി വരും. 500 കിലോയുടെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. സംശയമുണ്ടോ? സണ്ണി, നീ എന്തൊക്കെ ബെഡായി അടിച്ചത്? നീ ഇവിടുത്തെ ഏറ്റവും വലിയ പേടിത്തൊണ്ടൻ. എല്ലാവരും ഒറ്റയ്ക്കാക്കി ഓടായിരുന്നില്ലേ നീ? അല്ല അത് ഞാൻ പിന്നെ ഇവൻ സഹായത്തിന് ആളെ വിളിക്കാൻ പോയതാ. അല്ല അതെ. അഥവാ ആരെങ്കിലും പേടിപ്പിക്കാൻ ശ്രമിച്ചാലും അവര് പേടിക്കും. പക്ഷെ ഇവരോ? അവർ സ്വന്തമായി പേടിച്ചെങ്കിലും എന്നെ രക്ഷിക്കാനായി ഓടി വന്നു. പക്ഷെ നീയോ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയി അല്ലേ? ആരെങ്കിലും അപമാനിക്കുന്നതിന് മുമ്പ് നീ ഒരു കാര്യം ഓർക്കണം. അവനവൻ കുഴിച്ച കുഴികളിലൊക്കെ ചിലപ്പോ അവനവൻ തന്നെ ചാടിയ ചരിത്രമുണ്ട്. സംശയമുണ്ടോ? അതെ, പക്ഷെ സണ്ണിയാണെങ്കിൽ കുഴിയില്ലാതെ തന്നെ വീണല്ലോ. ഏറ്റവും വലിയ പേടിത്തൊണ്ടൻ ഇവൻ തന്നെയാണ്. എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരെ. ഞങ്ങൾ എല്ലാരെയും നിന്റെ വണ്ടിയിൽ നീ വീട്ടിൽ കൊണ്ടാക്കണം. അതാണ് നിനക്കുള്ള ശിക്ഷ.